നമ്മൾ ഇതുവരെ വളരെ സീരിയസ് ആയ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? രസകരമായ സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ധാരാളം രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഞാൻ മട്ടാഞ്ചേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഓഫീസിലുള്ളപ്പോൾ ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറിനെ കാണാനൊരു ഉയർന്ന റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്, അയാളുടെ പേഴ്സ് കാണാതെ പോയി. അവർ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടിങ്ങനെ നാട് കാണാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി ഈ സ്ഥലമൊക്കെ കാണണമെന്ന് തോന്നി. അങ്ങനെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ സിനഗോഗ് കാണാൻ വന്നതാണ്. അപ്പോൾ സിനഗോഗ് കണ്ടിട്ട് ഇറങ്ങി നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോക്കറ്റിലിരുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു പോയി. അതാരോ മോഷ്ടിച്ചാണ്. അവിടെ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയമുണ്ട്, അതുകൊണ്ടൊന്ന് അതിന് വേണ്ട നടപടി എടുക്കണം. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്നും മീശ കുരുക്കാത്തൊരു പയ്യനാണ്. ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പേഴ്സിനകത്ത് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ പ്രധാന വിഷയം, അതുകൊണ്ട് എനിക്കത് എങ്ങനെയും കിട്ടിയേ പറ്റുള്ളൂ. ഞാനപ്പോൾ പെട്ടെന്ന് അവിടെ ഈ പോക്കറ്റ് അടിക്കാരെ പറ്റി ഓർത്തു. അവരുടെ ഒരു സീനിയറായ ഒരാൾ, അതായത് അവരുടെയൊക്കെ ഒരു തലവൻ, ഒരു പണ്ട് പോക്കറ്റ് അടി സ്കൂൾ നടത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നൊട്ടോറൈസ് ആയ ഒരു കക്ഷിയുണ്ട്. അപ്പോൾ ഞാൻ അയാളെപ്പറ്റി ഓർത്തു. നേരെ ജീപ്പെടുത്ത് അയാളുടെ വീട്ടിൽ ചെന്നു. ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ചെന്നോടെ ഇയാൾ ചാടി എണീറ്റു. ഇയാൾക്ക് പനിയായിട്ട് കിടക്കാൻ. ഞാൻ അയാളോട് പറഞ്ഞു, പോക്കറ്റ് അടിച്ച് ഒരു ഉദ്യോഗസ്ഥൻ്റെ പേഴ്സ് പോയിട്ടുണ്ട്, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുണ്ട്, അത് വളരെ വില കൂടിയതാണ്. 3 മണിക്കൂറിനുള്ളിൽ ആ പേഴ്സും പണവും ഐഡൻറ്റിറ്റി കാർഡും കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പോൾ കാണിക്കാം എന്നും പറഞ്ഞിറങ്ങി. ഇയാളപ്പോൾ തന്നെ വരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഈ പോക്കറ്റടി സ്കൂളിനെ പറ്റി രസകരമായൊരു സംഭവമാണല്ലോ. പോക്കറ്റടിക്കാരെല്ലാവരും വെളുപ്പിന് 5 മണിയാകുമ്പം അവിടെ അടുത്തുള്ളൊരു ബാറിൽ വന്ന് കൂടും. എന്നിട്ട് അവിടെ നമ്മൾ ഈ പോലീസിൻ്റെയൊക്കെ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്യുന്നത് പോലെയാണ്. ഇന്ന് കുറച്ച് പേര് തൃശ്ശൂർക്ക് പോകും, കുറച്ച് പേര് ആലപ്പുഴയ്ക്ക് പോകും, കുറച്ച് പേര് കോട്ടയം സൈഡിലേക്ക് പോകും, ബാക്കിയുള്ളവരൊക്കെ വൈറ്റിൽ നിന്ന് തെക്കോട്ട് കിഴക്കോട്ട് പോകുന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് വിടും. ഇവരുടെ ഓപ്പറേഷൻ ഒരു പ്രത്യേക രീതിയിലാണ്. ബസ്സിനകത്തൊക്കെ നമ്മൾ കയറിയാൽ ഇവർ കെട്ടുകാരെന്ന് പറയുന്നൊരു കുറേ ഗ്രൂപ്പുണ്ട്. ഈ കെട്ടുകാർ ചെയ്യുന്നത് ബസ്സിനകത്ത് വെറുതെ ഒരു തിക്കും തിരക്കും ഉണ്ടാക്കും. അത് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്ന ഒരു തിക്കും തിരക്കാണ്. അപ്പോൾ ഒരാൾ നമ്മുടെ പുറകിൽ കൂടെ വന്നിങ്ങനെ ഒന്ന് ആടി ഒന്ന് മുട്ടി നോക്കും. ഇവരെല്ലാവരും മദ്യപിച്ചിട്ടുണ്ടാവും. ഈ മുട്ടുന്നതിനിടയിൽ അവർ നമ്മുടെ ദേഹപരിശോധന നടത്തുകയാണ്. ഫ്രിസ്കിങ്, പോലീസ് ചെയ്യുന്ന ഫ്രിസ്കിങ്ങിന് പകരം അവർ രഹസ്യമായി ചെയ്യുന്നതേ ഉള്ളൂ. പോക്കറ്റ് നോക്കും, പുറവശം നോക്കും, വേറെ എവിടെയെങ്കിലും പൈസ വെച്ചിട്ടുണ്ടോ നോക്കും. പണ്ടുള്ള ആളുകൾ ഈ നീളമുള്ള ട്രൗസറിനകത്ത് വെച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരെ ഉണ്ടോ എന്ന് നോക്കും. ഇവർ ചെയ്യുന്നത്, ഈ നമ്മുടെ നല്ല പുതിയ ബ്ലേഡ് അത് വാങ്ങിച്ചിട്ട് അതിന് 2ആയിട്ട് മുറിച്ചിട്ട് വീണ്ടും 2ആയിട്ട് മുറിക്കും. അപ്പോൾ ഒരു ചെറിയ പീസാണ്, അത് നാക്കിനടിയിലിട്ടേക്കും. വഴക്കുണ്ടായാൽ 1000 ഉപയോഗിക്കും. അതല്ലെങ്കിൽ നാക്കിനടി കിടന്നോളും. അത് വെച്ച് ഒരു ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, ഒരു പ്രശ്നമില്ല. അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ഇവർ ചെയ്യുന്നത് ഈ ബ്ലേഡ് വെച്ചിട്ട് ബലൂൺ വീർപ്പിച്ച് കെട്ടും. അതിൻ്റെ പുറത്തൊരു ഒരു ഷീറ്റ് പേപ്പർ വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്ത് പേപ്പർ കീറും, പക്ഷേ ബലൂൺ പൊട്ടാൻ പാടില്ല. ഇതൊരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്നതല്ല, ഒരു മാസങ്ങൾ ചെയ്ത് പഠിക്കും. അവരാണ് അവരുടെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ. ബാക്കിയുള്ളവരൊക്കെ കെട്ടുകാരാണ്. അവർക്ക് ഈ തിക്കും തിരക്കും ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളവരാണ്. ഇപ്പോൾ വണ്ടിയുടെ കയറി പരിശോധിച്ച് ഉണ്ടെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഇത് കീറേണ്ട ആൾ വന്ന് കീറണമെങ്കിൽ കീറും, അല്ലെങ്കിൽ പോക്കറ്റ് ഇത് ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ് ചെയ്താൽ അടുത്ത സെക്കൻഡിൽ ഈ പേഴ്സ് പാസ് ചെയ്ത് പുറകെ പോകും. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾ ബസ്സിൽ നിന്ന് ഉടൻ തന്നെ പുറത്തിറങ്ങും, ഒരു ഓട്ടോറിക്ഷ അടിക്കുന്നു, സ്ഥലം വിടും. പിന്നെ ഈ ബസ് തടഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി ഇതിനകത്തുനിന്ന് പേഴ്സ് കിട്ടത്തില്ല. അവരവസാനം ഇയാൾ പറയും മറന്നു വന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കളിയാക്കി വിടും. അപ്പോൾ ഇതാണ് സാധാരണ ഇവരുടെ മോഡസ് ഓപ്പറാൻഡി. പക്ഷേ ഞാനിത് നിർബന്ധമായി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇയാൾ വിളിച്ച് പറഞ്ഞപ്പം ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പം 2 പിള്ളേർ പുറത്തു വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവരകത്തേക്ക് വിളിച്ചു. സാർ, പേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ നീ അവിടെ കിട്ടി, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പം ഇന്നയാൾ തന്നു വിട്ടതാണ്. അതിനകത്ത് 2500 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് 3000 രൂപയുണ്ട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3000 രൂപയുണ്ട്, എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് 500 രൂപ വേണ്ട, എൻ്റെ പൈസ മതി എന്ന് പറഞ്ഞു. പുള്ളി 2500 രൂപ വാങ്ങി ഐഡൻറ്റിറ്റി കാർഡൊക്കെ കിട്ടി, സന്തോഷമായി.
അപ്പോൾ ഇതൊരു സ്ഥിരം ശല്യമായി കഴിഞ്ഞപ്പം ഇതിനെന്തെങ്കിലും ഒരു അറുതി വേണമല്ലോ. അപ്പോൾ ഈ ക്രൈംസ് എല്ലാം മദ്യത്തോടും മയക്കുമരുന്നിനോടും റിലേറ്റഡാണ്. അത് മുമ്പിലെ കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നത് ചെറിയ ക്വാണ്ടിറ്റിക്ക് പോലും വലിയ ശിക്ഷ കിട്ടുന്നൊരു കാലമായിരുന്നു. അന്ന് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ എത്ര കേസ് എൻ്റെ ജീവിതത്തിൽ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കേസുകൾ കോടതി പോയി മൊഴി കൊടുത്തുകൊണ്ട് കുറേ പേരെ ശിക്ഷിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞങ്ങൾ വേറൊരു അപ്രോച്ചാണ് എടുത്തത്. ഈ പോക്കറ്റടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡ്രഗ്സിന് അഡിക്ഷനുള്ള അല്ലെങ്കിൽ മദ്യത്തിന് അഡിക്ഷനുള്ള ആളുകളെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കണ്ണമാലിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കി. ഏകദേശം 25 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളിന് 6000 രൂപ വെച്ചാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യിച്ചത്. പലരും ചെയ്തു. 1 മാസം അവിടെ ഇട്ട് ട്രീറ്റ് ചെയ്തു. എല്ലാ ദിവസവും ഞാൻ പോകുമായിരുന്നു. കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് ഞാൻ പോയി കേട്ടിരിക്കും. ഇവരുടെ കഥകളൊക്കെ കേൾക്കുമായിരുന്നു. ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയിത്തീർന്നത്, പഠിക്കാതായത്, ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുമായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പേര് രക്ഷപ്പെട്ടു, ഏതാണ്ട് പകുതിയിലധികം. അതിൽ കുറച്ച് പേര് വിദേശത്തൊക്കെ പോയി. ഇതിനകത്ത് എയ്ഡ്സ് രോഗികളുണ്ട്. അപ്പം ഇവർ പോക്കറ്റടിക്കുമ്പോൾ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസിനോട് പറഞ്ഞത് ഞാൻ എയ്ഡ്സ് രോഗിയാണ്, ഞാൻ തന്നെ കയറും, സാറിൻ്റെ പുറത്ത് ബ്ലഡ് വരട്ടും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷേ ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ സ്ഥിരം പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളോട് ആ തൊഴിൽ ഇറക്കില്ലായിരുന്നു. കുറച്ച് പേരെ രക്ഷിക്കാൻ പറ്റി, കുറച്ച് പേര് വീണ്ടും പഴയതുപോലെ ആയിപ്പോയി. ഇപ്പോൾ ഇപ്പോൾ ഈ ഡ്രഗ്സ് റിലേറ്റഡ് ക്രൈംസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് ഞാനിത് ഓർത്തു പോയതാണ്. ഇതാണ് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം. അപ്പോൾ പോക്കറ്റടി സ്കൂള് അതിനുശേഷം പിന്നെ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാം പലവഴി പിരിഞ്ഞുപോയി. ഞാനവിടെ നിന്ന് പോകുന്നതിന് ശേഷം പലപ്പോഴും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നിലവിലില്ല എന്നാണ് എൻ്റെ അറിവ്. പോക്കറ്റടി അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും ഒക്കെ നടക്കുന്നുണ്ട്. പണ്ട് ഇവരെ ഇതിനകത്തേക്ക് ആകർഷിച്ച കാര്യം ഇതുണ്ടാക്കി കൊടുക്കുന്ന ഈസി മണി, ധാരാളം പണം. ഈ തെങ്ങണായിൽ ഒരാൾ പോക്കറ്റടിച്ച് 6 ഏക്കർ റബ്ബർ തോട്ടം മേടിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയാളെ ഞാൻ പണ്ട് പിടിച്ചിട്ടുണ്ട്. അയാളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പം വലിയ വിദ്വാനാണ്. ഞാനന്നൊക്കെ എസ്ഐയാണ്, എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ഇയാൾ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ നാക്ക് കടിച്ചു മുറിച്ചു. എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് കവിഴ്ന്നു വീണു. വായിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകി. ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അകത്ത് ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറവശം കൂടെ ഇറങ്ങി ഓടിപ്പോയി. ഇങ്ങനെയൊക്കെ ആ പഴയ കഥകളൊക്കെ ഇങ്ങനെ ഓർത്തു. ഇപ്പം ഇതിനെ എന്നെ ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മയക്കുമരുന്നിനെതിരെയും പോക്കറ്റടിക്കെതിരെയും സാർ നടത്തിയ പോരാട്ടങ്ങൾ വളരെ നല്ലതായിരുന്നു. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.